നമസ്കാരം. മലയാളം ബോക്സ് ഓഫീസിനെ യുവതാരങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ 235 കോടി കഴിഞ്ഞു. ആടുജീവിതം ആണെങ്കിൽ 165 കോടിയായി. ആവേശമിത ഒരു 1 വീക്കിനുള്ളിൽ 150 കോടി ടച്ച് ചെയ്യുമെന്നാണ് കിട്ടിയ വിവരങ്ങൾ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടമാണ്. സുവർണ്ണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ബോക്സ് ഓഫീസ് വേട്ട ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. തിയേറ്ററിൽ ജനസാഗരമാണ്. ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും എല്ലാ പടങ്ങളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കാം എന്ന രീതിയിലേക്ക് മലയാളികളല്ല മലയാള സിനിമ കാണാൻ ഇന്ത്യയിൽ എല്ലായിടത്തും ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ ഒരു കാര്യം ഒന്ന് ഓർക്കുന്നത്. മമ്മൂക്കയുടെ കഴിഞ്ഞ 2 പടങ്ങളാണെങ്കിൽ ബ്രഹ്മയുഗം, കണ്ണൂർ സ്ക്വാഡൊക്കെ ഹിറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു 100 കോടിക്ക് അപ്പുറം ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനായിട്ടില്ല. അല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ ഇതേപോലെ ഫാമിലിയിൽ ഇടിച്ചു കയറി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു 2-3 വീക്ക് ഉണ്ടായി എന്നുണ്ടെങ്കിലും അതൊരു ട്രെൻഡ് സെറ്ററായി മാറാൻ മമ്മൂക്കയുടെ പടങ്ങൾക്ക് 2 പടത്തിനും കഴിഞ്ഞിട്ടില്ല എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ബ്രഹ്മയുഗം 50+ crore കളക്ട് ചെയ്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും തിയേറ്ററിൽ വലിയൊരു റണ്ണ് കിട്ടിയില്ല. അതേപോലെ തന്നെ കണ്ണൂർ സ്ക്വാഡ് 75 കോടിയോളാണ് 75-80 കോടിയോളാണ് മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് കളക്ട് ചെയ്തത്. പക്ഷേ ഇതിനെല്ലാം ഒരു മാറ്റം ഇനി വരുന്ന ടർബോ എന്നുള്ളൊരു പടം മാറ്റിമറിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതുപോലെ നല്ല യുവതാരങ്ങളുടെ കയ്യിൽ മമ്മൂക്കയെ പോലെ ഒരു ക്രൗഡ് പുള്ളറെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഇപ്പോൾ രാജമാണിക്കൊക്കെ നമുക്കറിയാം. ആവേശം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നു ഈ റോള് മമ്മൂക്ക ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫഹദ് മോശമല്ല കേട്ടോ, ഫഹദ് അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്തു. പക്ഷെ മമ്മൂക്കയ്ക്ക് ഇങ്ങനത്തെ റോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് എന്താ പറയുക അടിച്ച് പൊളിച്ച് തൂഫാനായി കൈ തന്നിരുന്നു. അപ്പം അത്തരം നല്ല ട്രെൻഡ് സെറ്ററായ ബോക്സ് ഓഫീസുകൾ ഓളം സൃഷ്ടിക്കുന്ന പടങ്ങൾ മമ്മൂക്കയിൽ നിന്ന് വീണ്ടും ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഒരു തിയേറ്ററിൽ ഓളുണ്ടാക്കുന്ന പടങ്ങൾ. അതേപോലെ ലാലേട്ടൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 പടങ്ങൾ വാലിബനാണെങ്കിലും അതിന് മുൻപ് ഇറങ്ങിയ നേരെ അത്യാവശ്യം തിയേറ്റർ റണ്ണ് കിട്ടിയ പടമാണ്. ചെറിയ ബഡ്ജറ്റുള്ള പടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 3 വീക്കൊക്കെ റണ്ണ് കിട്ടിയെന്നുണ്ടെങ്കിലും 80 crore കണ്ണൂർ സ്ക്വാഡിനൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റണ്ണ് തിയേറ്ററിൽ റണ്ണ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അവിടെ അവസാനിക്കാനുണ്ടായിരുന്നത്. ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു കളക്ഷൻ ഈ പറയുന്ന നേരിനോ കണ്ണൂർ സ്ക്വാഡിനോ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കേൻ്റെ പോലത്തെ ഒരു റൈറ്റ് ട്രാക്ക് അല്ല ലാലേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാലിബൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. പിന്നെ റിജി ജോസ് പലിശ്ശേരി വന്നിട്ട് ഈ പടം അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ക്ലാസ് ആണ് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ റണ്ണായി കിട്ടും. പിന്നെ നമ്മളിത് ആൾക്കാർ ഉദ്ദേശിച്ച് ഇറക്കിയത് മാസമല്ല ക്ലാസ് അല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ലാലേട്ടൻ ഇനി അടുത്ത് വരുന്ന പടം ബറോസ് ആയിരിക്കും അടുത്ത തിയേറ്ററിൽ റിലീസിന് വിചാരിക്കുന്നു. ഇതിന് ലാലേട്ടൻ ആരാധകർക്ക് പോലും ഒരു പ്രതീക്ഷയല്ല. പക്ഷേ ഈ പടത്തിൻ്റെ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിരുന്നു, മേക്കിംഗ് വീഡിയോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്നൊരു 3D ചിത്രമാണ്. ഒരു പാൻ ഇന്ത്യ ലെവലിലൊക്കെ മലയാള സിനിമയ്ക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്നൊരു പടമാണെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഈ പടം ഒരു നല്ല മൂവി ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്താണ് ലാലേട്ടൻ്റെ തേരോട്ടം ഈസി ആയിട്ട് മഞ്ഞുമൽ ബോയ്സൊക്കെ അടിച്ചിട്ട് ഒരു 300 crore അല്ലെങ്കിൽ 250-300 കോടിയിലേക്ക് ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ ബറോസിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അതിന് വിഷ്വൽസും ലീക്കായ വിഷ്വൽസ് എല്ലാം ഒരു പൊട്ടൻഷ്യലുള്ള മൂവി തന്നെയാണ് തെളിയിക്കുന്നത്. മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് താരാജക്കന്മാർ തന്നെയാണ് മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ. പക്ഷേ ഇവരെ വേണ്ട വിധം യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പടത്തിന് ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടാത്തതും. ലാലേട്ടനൊക്കെ അറിയാലോ, കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോൾ നേരിന് ശേഷമാണ് നമുക്കിപ്പോൾ ഒരു ആശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് റോളുകൾ ലാലേട്ടന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നേര് ഓക്കെയാണ്. അതേപോലെ വാലിബനിൽ ലാലേട്ടൻ്റെ പ്രകടനം വളരെ നല്ല പ്രകടനമായിരുന്നു. ആരും ലാലേട്ടൻ അതിൽ മോശം പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഒരു റിവ്യൂവേഴ്സ് ആണെങ്കിലും കണ്ട പ്രേക്ഷകരാണെങ്കിലും ലാലേട്ടനോട് തെറ്റ് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ വരുന്ന തരുൺമൂർത്തിൻ്റെ ചിത്രമാണെങ്കിലും എല്ലാം നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ലൈനപ്പ് ഉണ്ട് ഇനി ലാലേട്ടന്. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ആഘോഷപൂർവ്വം തിയേറ്റർ വിട്ടിറങ്ങി പണ്ട് ശ്രീകുമാർ ഒടിയുന്ന സമയത്ത് പറഞ്ഞ പോലെ ലാലേട്ടനെയും മമ്മൂക്കേനെയും പണം കണ്ട് നെഞ്ചും വിരിച്ച് തിയേറ്ററിൽ ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ അത് കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അത് ടർബോയിലൂടെയും അല്ലെങ്കിൽ ബറോസിലൂടെയും അല്ലെങ്കിൽ ഇനി വരുന്ന മമ്മൂക്ക ലാലേട്ടൻ ചിത്രത്തിലൂടെ അത്തരം ഒരു മൊമെൻറ്റ്സ് ലാലേട്ടൻ ഫാൻസിനും മമ്മൂക്ക ഫാൻസിനും ഉണ്ടാക്കാൻ കഴിയട്ടെ. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ബോക്സ് ഓഫീസ് ഇനിയിപ്പോൾ നാളെ നടികർ എന്ന പടം ഇറങ്ങുകയാണ്. അതിൻ്റെ റിവ്യൂ ആയിട്ട് എത്താം.
ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.